ആപ്പ് വെച്ചോ ഇല്ലയോന്ന് ഓർമ്മയില്ല, പക്ഷെ ഞാൻ വൈഫിനെ നോക്കിയെന്ന് ഓർമ്മയുണ്ട്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിന്നെ ബാക്കിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങളുടെ വൈഫിനെ നോക്കി കാണും. ആരാധകന്മാരോടാണോ കൂടുതൽ താല്പര്യം? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ അവസരമുണ്ട് ചോദ്യം മാറ്റാൻ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല ശബ്ദം കേൾക്കും. അല്ല, അതിനുള്ള കാരണം ഞാൻ തന്നെ പറയാം. ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എടാ മണ്ട. ചേരാനല്ലൂർ കാറ്റ്മാൻഡു ജിമ്മിലാണ് ഉണ്ണിച്ചേട്ടൻ പോണത്, ഞാൻ കാണാറുണ്ട് ഡെയിലി. അപ്പൊ എന്റെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ വൈഫ് അമൃതയില പഠിക്കണത്. അപ്പൊ അമൃതയുടെ മുമ്പിൽ കൂടെയാണ് ഉണ്ണിച്ചേട്ടൻ പോവാറ്. ഒരു ദിവസം ഞാൻ അവിടെ ഗേറ്റിന്റെ മുമ്പിൽ വൈഫിനെ ആക്കിയിട്ട് നിൽക്കുമ്പോ ചേട്ടൻ അതേ കൂടി ഹോണ്ട സിറ്റി കാറിൽ പാസ് ചെയ്ത് പോയി. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാനും ചിരിച്ചു, വൈഫും ചിരിച്ചു. പക്ഷെ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTV-യിലുണ്ട്. പക്ഷെ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. വൈരാഗ്യ സാറേ, അതിപ്പോ തുടങ്ങിയതല്ല. സത്യം അവര് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല. അല്ല, ഉണ്ണി കണ്ടില്ല. അല്ല, പെട്ടെന്ന് രണ്ടാമത് വേറൊരു ദിവസവും ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്തതായിരിക്കും. ഇതൊന്നും പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഇതിലും വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഡെയിലി പത്രത്തിൽ വായിക്കുന്നത്. ജിമ്മിന്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്താണ് ചേട്ടൻ പോവാറ്. അപ്പൊ ഞാൻ അതുവഴി ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഹെൽമെറ്റ് വെക്കി നോക്കിയപ്പോഴും ചേട്ടൻ വൈഫിനെ നോക്കിയാണ് ചിരിച്ചു. ഞാൻ ഇല്ലാതായി പോയി. ഇതെന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അറിഞ്ഞോണ്ട് സംഭവിച്ചിട്ടില്ല അങ്ങനെയൊന്നും. ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിയിടോ. ഞാൻ നിന്നെ നോക്കി കാണും, പക്ഷെ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിന്നെ ബാക്കിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങളുടെ വൈഫിനെ നോക്കി കാണും. പക്ഷെ ഞാൻ അവിടെ നോക്കുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് നോക്കി കാണാം. ആയിരിക്കണം. സിനിമാക്സിൽ വന്നപ്പോ തിയേറ്ററിന്റെ അകത്ത് ചേട്ടനുണ്ടായിരുന്നു, ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതിനൊരു സുഖമുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഞാൻ ക്യാപ്പ് വെച്ചോ ഇല്ലയോന്ന് ഓർമ്മയില്ല, പക്ഷെ ഞാൻ വൈഫിനെ നോക്കിയെന്ന് ഓർമ്മയുണ്ട്. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്കി തീ വെക്കും. കാര്യം ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഉണ്ണിനെ വെച്ചിട്ട് ഉണ്ണി അങ്ങനെയുള്ള സാധ്യത നോക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ സാധ്യത കുറവായിരിക്കും. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടികെട്ട് വന്നു തോന്നലായിരിക്കും മേ ബി. ആണ് അശ്ര പറഞ്ഞ ശരിയാണ്. അതൊരു തോന്നലാവാൻ സാധ്യതയുള്ളൂ. ഓനക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ. പക്ഷെ എന്തായാലും ഭാര്യ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നിന്നെ മറക്കില്ല. ഓ, വലിയ ചൂടിലാണല്ലോ.